ജിമ്മിന്റെ ഒരു ബിസിനസ് സീക്രട്ട് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ജിമ്മിൽ വരുന്ന ആളുകളല്ല, പകരം കൃത്യമായി മെമ്പർഷിപ്പ് അടയ്ക്കുകയും ജിമ്മിൽ വരാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ജിമ്മിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഏറ്റവും നല്ല കോമ്പിറ്റന്റ് ആയിട്ടുള്ള ട്രെയിനർ വേറൊരു ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് ഈ കസ്റ്റമേഴ്സും അവരെ ഫോളോ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാന ഫെയിലിയറിന്റെ കാരണം. അതുപോലെ നമ്മൾ മെഷീനറിന്റെ മുകളിൽ എടുക്കുന്ന ലോണുകളുടെ EMI, ഒരു ലൊക്കാലിറ്റിയിൽ ആവശ്യത്തിൽ കൂടുതലുള്ള ജിമ്മുകളുടെ എക്സിസ്റ്റൻസ്, ജനുവരിയിലെ ഓവർ പോപ്പുലേഷൻ, ഇതൊക്കെയാണ് ഫെയിലിയറിന്റെ മറ്റു പ്രധാന കാരണം. ഇനി നമുക്ക് ഇതൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു ജിം ബിസിനസ് എങ്ങനെ സക്സസ് ആക്കാൻ പറ്റും എന്നുള്ളത് പരിശോധിക്കുകയാണെങ്കിൽ, ഒരു ട്രഡീഷണൽ ജിം സംവിധാനം മാറ്റിക്കൊണ്ട് ഒരു പ്രത്യേകതരം നീഷെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ നീഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പല പല കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡോക്ടേഴ്സുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കുക, മെഡിക്കൽ ഫിറ്റ്നസുകൾ കറക്റ്റ് ചെയ്യുക, ഓഫീസുകളുമായിട്ട് ടൈപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, ഫിസിയോതെറാപ്പി സെന്റേഴ്സ് തുടങ്ങിയിട്ട് പല വിധത്തിലുള്ള കമ്മ്യൂണിറ്റികൾ നമ്മൾ ഒരു സിംഗിൾ ഫ്ലോറിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മൾട്ടിപ്പിൾ ഓറിയന്റേഷനുള്ള കസ്റ്റമേഴ്സ് വരികയും നമുക്കൊരു റെഗുലർ ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പലപ്പോഴും ജിം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഫിറ്റ്നസ് ലവർ ആയിട്ടുള്ള ഒരു ജിം എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. പക്ഷേ അത് മാത്രം പോരാ ഒരു ജിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കൊരു ബിസിനസ്സിനോടുള്ള ഒരു ഏർജും ബിസിനസ് ചെയ്തിട്ടുള്ള ഒരു പരിചയം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ജിം എന്ന് മാത്രമല്ല എന്ത് സ്ഥാപനമാണെങ്കിലും നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ.